അത്താഴം കഴിക്കുമ്പോൾ അല്ലെ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം വയർ ഫുള്ളാക്കി വെക്കുന്ന ടൈപ്പ് ഫുഡ് കഴിക്കുക. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും. കാർബോഹൈഡ്രേറ്റ്സ് കുറേ കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചോറും കുറേ അരി ഭക്ഷണങ്ങൾ വളരെയധികം കഴിക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ ചിക്കൻ, മീറ്റ്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കുറേ ഒരു 6-7 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുക. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ കുറച്ച് ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക, അതിന് മുന്നേ കുടിക്കാൻ നോക്കുക. അതായത് നമ്മൾ എപ്പോഴും നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായി വെള്ളം കുടിക്കുക. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. പിന്നെ വേറെ കാര്യം ഇഫ്താറിൻ്റെ സമയത്താണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ പൊരിക്കടികൾ വളരെയധികം കുറക്കുക. പൊരിക്കടികൾ കുറേ കഴിച്ച് അതൊരു മാസീവ് ഫുഡായിരിക്കും. പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ നിസ്കരിച്ച് വന്നതിന് ശേഷം അതിലും വലിയ വേറൊരു ഫുഡ് കഴിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങൾ ഒരു ഫുഡായി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിന്നർ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ ഫുഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൈറ്റ്സ് ഒക്കെ എടുക്കാം എന്നല്ലാതെ. പിന്നെ നന്നായി റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ് ചെയ്യാതെ നോമ്പെടുക്കുന്ന നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ തന്നെ കുറക്കും. നമുക്ക് എന്താണ് പിന്നീട് അടുത്ത ദിവസങ്ങളിലൊന്നും ആ ക്ഷീണം കാരണം പിന്നെ എടുക്കാൻ തന്നെ തോന്നണം എന്നില്ല. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇഷ്ടമില്ലാതെ എടുക്കും. അത് പിന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിനെ പോലെ എഫക്റ്റ് ചെയ്യും. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ നന്നായി റെസ്റ്റ് ചെയ്യുക, നന്നായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നന്നായി കഴിക്കുക.